എനിക്ക് എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ശക്തമായി ഇറങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ്റെ പേരും വിശ്വവാഗ്ദാനത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി എല്ലാ ഹൃദയങ്ങളും വിശുദ്ധീകരിക്കാൻ വേണ്ടി, പാപപൈശാസ്യ ബന്ധനം മാറ്റാൻ വേണ്ടി, സുഖപ്പെടുത്താൻ വേണ്ടി, നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. സ്നേഹമേ സ്വന്തമേ അങ്ങേവായി ചായുന്നു ഞാൻ. സ്നേഹമേ സ്വന്തമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. സ്നേഹമേ സ്വന്തമേ അങ്ങേ മാറി ചായുന്നു ഞാൻ. സ്നേഹമേ സ്വന്തമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. ആരാധന 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 പോലെ നിന്നെ പോലെ സ്നേഹിച്ചിടാം അവസാനവതില്ല ആർക്കുമേ. ജീവനേ സത്യമേ അങ്ങിൽ ഞാനും ചേർന്നിടുന്നു. ജീവനേ സത്യമേ അങ്ങിൽ ഞാനും ചേർന്നിടുന്നു. ആരാധന ആരാധന ആരാധന
ആവതില്ല ആർക്കുമേ. ജീവനേ സത്യമേ അങ്ങിൽ ഞാനും ചേർന്നിടുന്നു. ജീവനേ സത്യമേ അങ്ങിൽ ഞാനും ചേർന്നിടുന്നു. ശക്തിയും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം. യേശുനാഥാ നീ എൻ ആശ്രയം. യേശുനാഥാ നീ എൻ ശക്തിയും എന്റെ കോട്ടയും നീ മാത്രമേ. ശക്തിയും എന്റെ കോട്ടയും നീ മാത്രമേ. സ്തുത്യന്തനാഥന്റെ കരവിരുത് സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ. സ്തുത്യന്തനാഥന്റെ കരവിരുത് മഹത്വത്തിന് യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിന് യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം. യേശുനാഥാ നീ എൻ ആശ്രയം. യേശുനാഥാ നീ എൻ ശക്തിയും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം. യേശുനാഥാ നീ എൻ ആശ്രയം. യേശുനാഥാ നീ എൻ ശക്തിയും എന്റെ കോട്ടയും നീ മാത്രമേ. Hallelujah.
ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കുഞ്ഞാടേ വാഴ്ത്തുക, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഇപ്പോൾ പ്രാർത്ഥിച്ചു. മുറിയുടെ മേല്, പ്രാർത്ഥന മുറിയുടെ മേല്, നമ്മുടെ ഇടവകയുടെ മേല്, നമ്മുടെ രൂപതയുടെ മേല്, സഭ മുഴുവന്റെ മേല്, പ്രധാനമാരുടെ മേല്, വൈദികരുടെ മേല്, മാർപ്പാപ്പയുടെ മേല്, ദൈവജനത്തിന്റെ മേല്, നാനാ ജാതി മക്കളുടെ മേല്, ദൈവജനം മുഴുവന്റെ മേല് ഈ സമയത്ത് പരിശുദ്ധം നമുക്ക് ആഗ്രഹിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് മക്കളെല്ലാം ഈശോയെ വിളിച്ചേ. വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ ഇന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ ഇന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ ഇന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. യേശുവിനെ മരുഭൂവിൽ നയിച്ചൊരു പരിശുദ്ധാത്മാവേ, യോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂവിൽ നയിച്ചൊരു പരിശുദ്ധാത്മാവേ, സാത്താൻ പ്രലോഭനത്തിൽ തെല്ലും പതറാതെ
അഭിഷേകത്തോടെ നടത്തും പരിശുദ്ധാത്മാവേ. സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും പകരാതെ അഭിഷേകത്തോടെ നടത്തും പരിശുദ്ധാത്മാവേ. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റേ, അസ്ഥികളിലെയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റേ, അസ്ഥികളിലെയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റേ, അസ്ഥികളിലെയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. യേശുവിൽ നിന്നും നിർഗമിച്ചൊരു പരിശുദ്ധാത്മാവേ. വിശ്വാസത്താൽ യേശുവിൻ വസ്ത്രത്തുമ്പിൽ തൊട്ടപ്പോൾ യേശുവിൽ നിന്നും നിർഗമിച്ചൊരു പരിശുദ്ധാത്മാവേ. ചങ്ങലയാകും കൈത്താളത്താൽ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ ക്ഷണനേരത്തിൽ വിടുവിച്ചിടും പരിശുദ്ധാത്മാവേ. ചങ്ങലയാകും കൈത്താളത്താൽ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ ക്ഷണനേരത്തിൽ വിടുവിച്ചിടും പരിശുദ്ധാത്മാവേ. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റേ, അസ്ഥികളുടെയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റേ, അസ്ഥികളുടെയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റേ, അസ്ഥികളുടെയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. എല്ലാ മനുഷ്യരുടെ മേലെ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങൾ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങൾ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. നിങ്ങൾ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ ദാസികളുടെ മേൽ എൻ്റെ ആത്മാവിനെ വർഷിക്കും. പ്രവചിക്കുകയും ചെയ്യും. ആകാശത്തിലെ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും. രക്തവും അഗ്നിയും ധൂമപടലവും കർത്താവിന്റെ മഹനീയവും പ്രകാശപൂർണമായ ദിനം വരുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമായി
അതിന് രക്തമായി മാറും. കർത്താവിൻ നാമം വിളിച്ച പക്ഷികൾ എല്ലാവരും രക്ഷ പ്രാപിക്കും. ഒറ്റ വിളിച്ചോ സംഭവിക്കട്ടെ. സുഖലോലുബല മധ്യാസക്തി എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെടി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെ മേലത് നിപതിക്കും. സംഭവിക്കാനിരിക്കുന്ന വീണ്ടും രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ച് ജാഗരൂകരായിരിക്കും. പാപത്തിന്റെ ശക്തികൾ വന്ന് വീഴാതിരിക്കാൻ വേണ്ടി പരിശുദ്ധ ശക്തി നമ്മിലേക്ക് കൊടുക്കട്ടെ. ഒറ്റ വിളിച്ചോയേ എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കണം. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. വ്യാപരിക്കട്ടെ. എല്ലാ ഹൃദയങ്ങളിലേക്കും കൃപ കൊടുക്കട്ടെ. എല്ലാ ബന്ധനങ്ങളും അടിഞ്ഞു പോട്ടെ. എല്ലാ കെട്ടുകളും ബന്ധനടിക്കാൻ പോകണം. എല്ലാ ബന്ധനം പരിശുദ്ധമായ ശക്തിയാണ്. പരിശുദ്ധ നമ്മുടെ മേലുള്ള കുടുംബത്തിന് മേലുള്ള എല്ലാ വിശ്വാസം അടിയട്ടെ. എല്ലാ കുടുംബങ്ങളും എല്ലാ മക്കളും ഐശ്വാസം പീഡകൾ ബന്ധനങ്ങളും പരിശുദ്ധമായ ശക്തിയാണ്. ഈ സമയത്ത് അടിഞ്ഞു പോകട്ടെ. കൈയടിച്ച് പാടാം. ശക്തിയോടെ അഭിഷേകത്തോടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി അടിച്ച്
ശാശ്വതമാണെന്ന് കർത്താവിൻ്റെ ഭക്തന്മാർ പറയുന്നു. ദുരിതങ്ങളിലകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവിൻ്റെ പക്ഷത്തുണ്ട്. ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യാൻ കഴിയും? എന്നെ സഹായിക്കാൻ കർത്താവിൻ്റെ പക്ഷത്തുണ്ട്. ഞാൻ എൻ്റെ ശത്രുക്കളുടെ പതനം കാണും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. ജനതകൾ എന്നെ വലയം ചെയ്തു. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ നശിപ്പിച്ചു. അവരെന്നെ വലയം ചെയ്തു. എല്ലാ വശത്തു നിന്ന് അവരെന്നെ വളഞ്ഞു. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ വിച്ഛേദിച്ചു. ധരിച്ചു പോലെ അവരെന്നെ പൊതിഞ്ഞു. പടർപ്പിനെ പിടിച്ച് തീ പോലെ അവർ ആളി കത്തി. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ വിച്ഛേദിച്ചു. അവർ തള്ളിക്കയറി ഞാൻ വീഴുമായിരുന്നു. ഇന്ന് കർത്താവിൻ്റെ സഹായത്തിനെത്തി. കർത്താവിൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്. അവിടുന്ന് എനിക്ക് രക്ഷ നൽകി. ഇതാ നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയഘോഷമുയരുന്നു. കർത്താവിൻ്റെ വലതു കൈ കരുത്ത് പ്രകടമാക്കി. കർത്താവിൻ്റെ വലതു കൈ മഹത്വം ആർജിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വലതു കൈ കരുത്ത് പ്രകടമാക്കി. ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു. എന്നാൽ അവിടെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചില്ല. ഭീതിയുടെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരിക. ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിന് നന്ദി പറയട്ടെ. ഇതാണ് കർത്താവിൻ്റെ കവാടം. നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉത്തരം നൽകി. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു. ഞാൻ അവിടുത്തേക്ക് നന്ദി പറയും. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് പൂലക്കല്ലായി തീർന്നു. കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവകമായിരിക്കുന്നു. കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് ഇന്ന് സന്തോഷിച്ച് ഉല്ലസിക്കണം. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളെ രക്ഷിക്കണം. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വിജയം നൽകണം. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഞങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവാണ് ദൈവം. അവിടുന്നാണ് നമുക്ക് പ്രകാശം നൽകുന്നത്. മരച്ചിലകളെ പ്രദക്ഷിണം നടത്തുകയും ബലിപീഠത്തിലേക്ക് നീങ്ങുകയും. അങ്ങാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കും. അവിടുന്നാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തും. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കും. അവിടെ നല്ലവനാണ്. അവിടുത്തെ കാരുടെ മെതേക്ക് നിലനിൽക്കുന്നു. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കും. അവിടെ നല്ലവനാണ്. അവിടുത്തെ കാരുടെ മെതേക്ക് നിലനിൽക്കുന്നു. കർത്താവിന് നന്ദി. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കും. അവിടെ നല്ലവനാണ്. അവിടുത്തെ കാരുടെ മെതേക്ക് നിലനിൽക്കുന്നു. കൈകളടച്ചു പാടിച്ചു. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴയാ ഇറങ്ങി വാ, മഴയാ ഇറങ്ങി വാ. ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴയാ പെയ്തിറങ്ങി വാ, മഴയാ പെയ്തിറങ്ങി വാ.
ചെവി ചായച്ചതും ജീവിതകാലം മുഴുവൻ അവിടുത്തെ വിളിച്ചപേക്ഷിക്കും. മരണക്കെണി എന്നെ വലയം ചെയ്തു, പാതാള മാസങ്ങൾ എന്നെ ചുറ്റി, ദുരിതവും തീവ്ര വേദനയും എന്നെ ഗ്രസിക്കുന്നു. ഞാൻ കർത്താവിന് നാമം വിളിച്ചപേക്ഷിച്ചു. കർത്താവെ, ഞാൻ യാചിക്കുന്നു, എൻ്റെ ജീവൻ രക്ഷിക്കണം. കർത്താവ് കരുണാമയ നീതിമാനുമാണ്, നമ്മുടെ ദൈവം കൃപാലുമാണ്. എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു. ഞാൻ നിന്നെ പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു. എൻ്റെ ആത്മാവെ, നീ ശാന്തിയിലേക്ക് മടങ്ങുക. കർത്താവ് നിന്റെ മേൽ അനുഗ്രഹം വർഷിച്ചിരിക്കുന്നു. അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, ദൃഷ്ടികളെ കണ്ണീരിൽ നിന്നും, കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. ഞാൻ ജീവിക്കുന്നവരുടെ നാട്ടിൽ കർത്താവിൻ്റെ മുമ്പിൽ വ്യാപരിക്കും. ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. മനുഷ്യരെല്ലാവരും വഞ്ചകരാണെന്ന് പരിഭ്രാന്തനായ ഞാൻ പറഞ്ഞു. കർത്താവിൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിൻ്റെ മുമ്പിൽ കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. കർത്താവെ, ഞാൻ അവിടുത്തെ ദാസനാണ്. അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രനും തന്നെ. അവിടുന്ന് എൻ്റെ ബന്ധനങ്ങൾ തകർത്തു. ഞാൻ അങ്ങേക്ക് കൃതജ്ഞത ബലിയർപ്പിക്കും. ഞാൻ കർത്താവിന് നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിൻ്റെ മുമ്പിൽ കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. കർത്താവിൻ്റെ ആലയത്തിൻ്റെ അങ്കണത്തിൽ ജെറുസലേമേ, നിന്റെ മധ്യത്തിൽ തന്നെ കർത്താവിനെ സ്തുതിക്കുവിൻ. രണ്ട് കരമേത്തുന്ന പരിശുദ്ധാത്മാവ് ബന്ധനം തരട്ടെ. കൈയടിച്ച് പാടി ശക്തിയോടെ അഭിഷേകത്തോടെ ശക്തിയോടെ ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മ ശക്തി അഗ്നിനാവുകളായി പടരുന്നു. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മ ശക്തി അഗ്നിനാവുകളായി പടരുന്നു. പാപത്തിൻ്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു. ലോകത്തിൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു. ലോകത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. ഈ ജലത്തിൻ്റെ ഇടയിൽ ദൈവാത്മാവ് വരുമ്പോൾ വളർന്ന കൈകാൽ വരണ്ടു പറ്റിയ ഹൃദയത്തിൽ ജീവൻ നിറയുന്നു. ഉൾത്തന്നലായി
പോൽ പരിശുദ്ധാത്മാവാഗതനാകുന്നു. ഉള്ളിൽ തിങ്ങും തിന്മകളെല്ലാം ചാമ്പലാകുന്നു. ആദിയിലെ പോൽ പരിശുദ്ധാത്മാവാഗതനാകുന്നു. ഉള്ളിൽ തിങ്ങും തിന്മകളെല്ലാം ചാമ്പലാകുന്നു. സ്തുതിപ്പിന്റെ വരവിൽ നിന്നിൽ നിറഞ്ഞു കവിയുന്നു. പാപാന്ധകാരമെല്ലാം നീങ്ങിപ്പോകുന്നു. സിഹിയോന്റെ മട്ടുപ്പാവിൽ അഗ്നിതന്നാവുകളായി ആഗതനായൊരാ പരിശുദ്ധാത്മാവേ. സിഹിയോന്റെ മട്ടുപ്പാവിൽ അഗ്നിതന്നാവുകളായി ആഗതനായൊരാ പരിശുദ്ധാത്മാവേ. റുഹായേ നീ കാറ്റായി വാ, റുഹായേ നീ കാവായി വാ, റുഹായേ വെണ്മാവായി വാ, റുഹാ എന്നിൽ നീ കൃപയായി വാ, റുഹായേ നീ കാറ്റായി വാ, ഉയർത്തി സ്തുതിക്കുന്നു. റുഹായേ നീ കാവായി വാ, റുഹായേ വെണ്മാവായി വാ, റുഹാ എന്നിൽ നീ കൃപയായി വാ, റുഹായേ നീ കാറ്റായി വാ, റുഹായേ നീ കാവായി വാ, റുഹായേ വെണ്മാവായി വാ, റുഹാ എന്നിൽ നീ കൃപയായി വാ, റുഹായേ നീ കാറ്റായി വാ, റുഹായേ നീ നാവായി വാ, റുഹായേ വെണ്മാവായി വാ, റുഹാ എന്നിൽ നീ കൃപയായി വാ. ആദിയിലെ പോൽ പരിശുദ്ധാത്മാവാഗതനാണ്. ഉള്ളിൽ തിങ്ങും തിന്മകളെല്ലാം ചാമ്പലാകുന്നു. ആദിയിലെ പോൽ പരിശുദ്ധാത്മാവാഗതനാകുന്നു. ഉള്ളിൽ തിങ്ങും തിന്മകളെല്ലാം ചാമ്പലാകുന്നു. സ്തുതിപ്പിന്റെ വരമിൽ നിന്നിൽ നിറഞ്ഞു കവിയുന്നു. പാപാന്ധകാരമെല്ലാം നീങ്ങിപ്പോകുന്നു. സിഹിയോന്റെ മട്ടുപ്പാവിൽ അഗ്നിതന്നാവുകളായി ആഗതനായൊരാ പരിശുദ്ധാത്മാവേ. സിഹിയോന്റെ മട്ടുപ്പാവിൽ അഗ്നിതന്നാവുകളായി ആഗതനായൊരാ പരിശുദ്ധാത്മാവേ. റുഹായേ നീ കാറ്റായി വാ, റുഹായേ നീ നാവായി വാ, റുഹായേ വെണ്മാവായി വാ, റുഹാ എന്നിൽ നീ കൃപയായി വാ, റുഹായേ നീ കാറ്റായി വാ, റുഹായേ നീ നാവായി വാ, അനുതപിക്കുവിൻ, സതപിച്ചു. റുഹായേ വെണ്മാവായി പാപപേക്ഷിക്കുക, സുഖപ്പെടുത്തുക. റുഹാ എന്നിൽ നീ കൃപയായി വാ, റുഹായേ നീ കാറ്റായി വാ, റുഹായേ
ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും ഞാൻ എന്നിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും. ഞാൻ അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. യൂദാസ് കരയോത്തിയല്ല അവനോട് പറഞ്ഞു, കർത്താവേ, നീ നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നു, ലോകത്തിന് വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞത് എന്താണ്? യേശു പ്രതിവദിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അൽവാസം അർപ്പിക്കുകയും ചെയ്യും. യോഹന്നാൻ 14:27, 25, 26, 27 നിങ്ങളോട് കൂടെ ആയിരിക്കും തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങൾ അനുസരിപ്പിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകും. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലല്ല ഞാൻ നൽകുന്നത്. നിങ്ങൾ ഹൃദയം അസ്വസ്ഥമാകണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണം. ഞാൻ പോകുന്നെന്നും വീണ്ടും നിങ്ങൾ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടത്. നിങ്ങളെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുമെങ്കിൽ എന്നാൽ പിതാവ് എന്നെക്കാൾ വലിയവനാണ്. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നു. അഭിഷേകം പെയ്തിറങ്ങട്ടെ, പരിശുദ്ധാത്മാവ് എല്ലാ മക്കളും തരട്ടെ, സ്വർഗീയ അഭിഷേകം വ്യാപരിക്കട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ. യോഹന്നാൻ 15:26 ഞാൻ പിതാവിൻ്റെ അടുത്ത് നയിക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷി നൽകും. യോഹന്നാൻ 16:5 എന്നാൽ ഇപ്പോൾ എന്നെ അയച്ചവരുടെ അടുക്കലേക്ക് പോവുകയാണ്. എന്നിട്ട് നീ എവിടെ പോകുന്നുവെന്ന് നിങ്ങൾ ആരും ചോദിക്കുന്നു. ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കും. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും ഭീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അവരെല്ലാം വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ട് നിങ്ങൾ ഇനിമേൽ എന്നെ കാണുകയില്ലാത്തത് കൊണ്ട് ഭീതിയെക്കുറിച്ചും ഈ ലോകത്തിന് അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. ഇനി വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. യോഹന്നാൻ 16:20-21 സത്യമായി ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമാണ്. അതുപോലെ ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാകുന്നു, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം നിങ്ങൾ ആരും എടുത്തു കഴിയില്ല. 2 കലിമേർത്ത് യേശുവേ വിളിക്കുന്ന പക്ഷം
സഭ മുഴുവൻ്റെ മേലും നമ്മെല്ലാവരുടെ മേലും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.